അധിനിവേശത്തിന്റെ നാൾവഴികൾ നോക്കുകയാണെങ്കിൽ അത് ആദ്യം ഭാഷയിലൂടെയാണ് അധിനിവേശം വരുന്നത്. ഇങ്ങനത്തെ കുറെ തിയറി ഉണ്ട്. എഡ്വേർഡ് സയ്യിദിന്റെ ഓറിയന്റലിസം പോലെയുള്ള സൈദ്ധാന്തികര് പറഞ്ഞു വെക്കുന്ന ചില തിയറികളിൽ ഒന്നാണ് ഭാഷയിലൂടെയുള്ള അധിനിവേശം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ ഭാഷയിലൂടെയുള്ള അധിനിവേശം നടക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ കഥകളുടെ അപഹരണത്തിലൂടെയാണ്. നിങ്ങൾക്ക് പരിചിതമായ കഥകൾ അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് വേറൊരു രീതിയിൽ അല്ലെങ്കിൽ പ്രധാനമായും വേറൊരു ഗോഡിനെ സൃഷ്ടിച്ചെടുക്കുന്നു. അതായത് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ജുഡായിസത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി വന്ന വഴി നോക്കൂ. ക്രിസ്ത്യൻ ദൈവം എന്ന് പറയുന്നത് ജുദായിക് യഹോവയുടെ പുത്രനായിട്ട് അദ്ദേഹത്തിന് ഒരു എൻട്രി കൊടുക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, അവിടെ ഗ്രീക്ക് റോമൻ കൺസെപ്റ്റുകളിലുണ്ടായിരുന്ന സൂര്യദേവനെ എടുത്ത് പിതാവാം ദൈവത്തിന്റെ പുത്രനാക്കുകയാണ് ചെയ്തത്. അപ്പോൾ പരിചിതമായ ആ ദൈവത്തിന്റെ സ്റ്റോറി വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു. ഇത് എല്ലാ കാലത്തും മതം ചെയ്തുകൊണ്ടിരുന്ന ഒരു നിർമ്മിതിയാണ്. ഇങ്ങനത്തെയുള്ള കഥകളുടെ നിർമ്മിതിയിൽ കൂടെയാണ് ഒരു ജനതയുടെ സ്വത്വത്തിലേക്ക്, അവരുടെ സംസ്കാരത്തിലേക്ക് മതം അധിനിവേശം നടത്തിയത്. ഇതുപോലെ സാമ്രാജ്യത്തിന്റെ അധിനിവേശം നടന്നു. ഇതുപോലെ നിങ്ങളുടെ കൾച്ചറൽ അധിനിവേശം നടന്നു. ഇപ്പൊ ഞാൻ ഒരു സുറിയാനി ക്രിസ്ത്യനാണ്. എനിക്ക് അർമായിക് ഭാഷയിൽ, അതുപോലെ അർമൈക് മീൻസ് ഓൾഡ് സിറിയൻ ഭാഷയിൽ ഈ പെസഹ ദിനത്തിൻ്റെ അന്ന് പാടുന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാനെന്തോ ദിവ്യമായ ഒരു ലോകത്തെത്തിയ പോലെ തോന്നും. ഓർക്കണം കേട്ടോ, ഞാൻ മതവും റിലീജനും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വരെ ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് പള്ളിയിലൊക്കെ പോയ ഒരു ഓർമ്മ എനിക്കുള്ളൂ. എന്നിട്ട് പോലും അതെന്നെ അത്രയും ആഴത്തിൽ എന്നിൽ വേരോടിയിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ കേട്ട് വളർന്നിരുന്ന കഥകളുടെ ഒരു പ്രഭാവമാണ്. എനിക്കിപ്പോഴും സിറിയൻ ഭാഷയ്ക്ക് എന്തോ വല്ലാത്ത മിസ്റ്റിക് തലമുണ്ടെന്ന ഒക്കെയാണ് എൻ്റെ ഉപബോധ മനസ്സെന്നോട് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട ആ സ്റ്റോറിയിലെ ഭാഷ അതാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള വളരെ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ട സ്റ്റോറി, അയാൾ ജനിച്ച് ജീവിച്ച് മരിച്ച ആ ഭാഷയുമായി കണക്ട് ചെയ്ത് ആ സ്റ്റോറി ഞാൻ കേട്ട ലാംഗ്വേജ് അതായതുകൊണ്ട് എൻ്റെ വിചാരം, ഇത്രയും കഥകളുടെ ഒരു ഖനി സൂക്ഷിപ്പ് സ്വന്തമായുള്ള ആ ഭാഷ ഇന്ന് മനോഹരമാണെന്നാണ് ആയിരിക്കാം ഒരു പക്ഷേ എൻ്റെ മനസ്സിന്റെ ഉപബോധ മനസ്സ് ആ ഭാഷയ്ക്ക് ഒരു മിസ്റ്റീരിയോറിറ്റി ഉണ്ടെന്ന് അതിന് കൽപ്പിച്ചു കൊടുക്കാനുള്ള കാരണം. അത് ജുദായിസം എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിന്റെ, ജുദായിക് കഥകളുടെ ഒരു ശേഖരത്തിനോടുള്ള ഒരു അഭിനിവേശമാണ് ആക്ച്വലി. അതുപോലെ നമ്മളുടെ പാലി ഭാഷ അത്യാവശ്യം ബുദ്ധിസത്തിനോടും ജാതക കഥകളോടും ഒക്കെ അതൊക്കെ കേട്ട് വളർന്ന ഒരാൾക്ക് തോന്നേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസോ ആ കഥകളുമായിട്ട് ഫേമസ് അല്ല, അത്ര കണക്റ്റഡ് അല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ പഞ്ചതന്ത്രം കഥകള് നമ്മളുടെ നമ്മളുടെ ജനറേഷനിൽ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഈ പഞ്ചതന്ത്രം കഥകള് ആക്ച്വലി സരിത് സാഗരവും ഒക്കെ എന്തിൽ നിന്ന്, ഏത് ഭാഷയുടെ നിർമ്മിതിയാണെന്ന് നമ്മൾ അന്വേഷിച്ചു പോവാറില്ല. ആ പാലിയും പൈശാചിയും ഒക്കെ ഭൂതഭാഷ അല്ലെങ്കിൽ മരിച്ചവരുടെ ഭാഷ എന്നറിയപ്പെടുന്നത് ആ ഭാഷ മൺമറഞ്ഞു പോയതുകൊണ്ട്, ആ ഭാഷ പ്രയോഗിക്കുന്ന ആളുകൾ ഇന്നില്ലാത്തത് കൊണ്ടാണ്. ആക്ച്വലി ആ ഭാഷയിൽ നിർമ്മിച്ചെടുത്ത കഥകൾ നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കഥകൾ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ വേരോട്ടമുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ആ കഥകള് ആ ഭാഷയിൽ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴാ കഥകൾ നമുക്ക് ആംഗലേയ ഭാഷയിലും അല്ലെങ്കിൽ നമ്മളുടെ മലയാളത്തിലും ഒക്കെ അവൈലബിൾ ആകുമ്പോഴും നമ്മൾ ഇത് പാലിയിലും പൈശാചിയിലും എഴുതപ്പെട്ട കഥകളാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുമില്ല. അപ്പൊ ഭാഷ മരിച്ചതോട് കൂടിയിട്ട് ആ കഥ മരിക്കാതിരുന്നത് അന്ന് നമ്മൾ ഈ കഥകൾ പറഞ്ഞു വെക്കുന്ന ഒരു ജനതയുള്ളത് കൊണ്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ജനറേഷനിൽ എൻ്റെ മകൾക്ക് ഈ സ്റ്റോറികളെ കുറിച്ച് ഒന്നും അറിയില്ല. അവൾക്കിത് ഞാൻ ഇന്റൻഷനലി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ, അവള് ഇത് വായിച്ച് വളരട്ടെ എന്ന്.
വായിച്ചോ ഇല്ലയോ എന്നുള്ളത് അവൾ വായിച്ചിട്ടുണ്ട്, എങ്കിലും അവൾക്ക് ഇതിന്റെ ഹിസ്റ്ററി അറിയില്ല. തീർച്ചയായിട്ടും ഇത് ഞാൻ പിന്നീട് അവളുടെ ഒരു 10th കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് ഞാൻ അവളോട് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാനിത് അവൾക്ക് വാങ്ങിച്ചു നൽകുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഭാഷയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ മിത്തിക്കൽ സെൽഫിന്റെ, നമ്മളുടെ ആർക്കി ടൈപ്പുകളുടെ മരണം കൂടിയാണ്. ആക്ച്വലി ഇങ്ങനെയുള്ള ആർക്കി ടൈപ്പുകളുടെ മരണം, ഇപ്പം രാമൻ എന്നുള്ളത് ഒരു ആർക്കി ടൈപ്പാ, സീത എന്നുള്ളത് ഒരു ആർക്കി ടൈപ്പാ. നമ്മളുടെ തെയ്യത്തിലെ തെയ്യത്തിലെ കഥാപാത്രങ്ങളൊക്കെ അത് കെട്ടിയാടുന്ന സമുദായക്കാരുടെ ആർക്കി ടൈപ്പാ. അപ്പം ഈ ആർക്കി ടൈപ്പുകളുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കുറേ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത രീതി, കുറേ നമ്മളുടെ പാരമ്പര്യത്തിന്റെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അതിനിപ്പോ എന്താ പറയാ, പ്രകടനപരതയുടെ കൂടി മരണമാണ്. ഓരോ ആചാരങ്ങൾക്കും ഭാഷയിൽ ഒരു അടയാളപ്പെടുത്തലുണ്ട്, അതുപോലെ ആചരണത്തിന്റെ അടയാളപ്പെടുത്തലുണ്ട്. അപ്പൊ നമ്മൾ ആചരണത്തിന്റെ അടയാളപ്പെടുത്തല് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ അത് ഡെഡായി, അവിടെ അത് ബ്ലോക്കായി. അപ്പം നമുക്ക് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഫോം ചെയ്യാൻ എടുക്കുന്ന ഭാഷയുടെ ആചരണമാണ് ആക്ച്വലി നമ്മളുടെ പ്രാർത്ഥനയും ഓരോ അനുഷ്ഠാന കലയും. ഈ ഒരേപോലെയുള്ള ഈ ആചരണങ്ങളുടെ രീതിശാസ്ത്രം എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ സത്യത്തില് ഭാഷയുടെ കോഡുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുക എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. മിത്തിനും ആചരണങ്ങൾക്കും ഇങ്ങനെയൊരു സാധ്യത കൂടിയുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു മേഖല, ഈ ആചരണങ്ങളുടെ അല്ലെങ്കിൽ പ്രകടനപരത നിലനിൽക്കുന്ന ഒരേ ഒരു മേഖല എന്ന് ആധുനികന് ആയ നമുക്ക് അവകാശപ്പെടാവുന്നത് നമ്മളുടെ കലയിലാണ്. കലയിലും മ്യൂസിക്, ഡ്രാമ, ഇപ്പം സിനിമയിലുമാണ്. അതല്ലാതെയുള്ള നമ്മളുടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം മതം യൂസ് ചെയ്തത് ഈ ഒരു ടൂളാണ് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട്. അതായത് ആചരണങ്ങളുടെ ഏകതയിൽ കൂടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് ഫോം ചെയ്ത് ഒരു ജനതയെ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തിയതിൽ വിജയിച്ചവരാണ് ഏകദൈവവാദവിശ്വാസികൾ.